നമ്മുടെ എല്ലാം വീടുകളിൽ ഒരു കാലത്ത് പ്രൗഢിയുടെ അടയാളമായിരുന്ന ഒരു പേരുണ്ട്, കെൽവിനേറ്റർ. കഴിഞ്ഞ ദിവസം ആ പേര് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. കാരണം മുകേഷ് അംബാനിയുടെ റിലയൻസ് കെൽവിനേറ്റർ ബ്രാൻഡ് ഏറ്റെടുത്തിരിക്കുന്നു. ഇതൊരു സാധാരണ ബിസിനസ് ഇടപാട് മാത്രമാണോ, അതോ ഇന്ത്യൻ വിപണിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ഭീമന്റെ പുതിയൊരു ചുവടുവെപ്പാണോ? റിലയൻസിന്റെ ഈ തുടർ ഏറ്റെടുക്കലുകൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? നമുക്കിന്ന് വിശദമായി പരിശോധിക്കാം. റിലയൻസിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഒരു സാധാരണ ഇന്ത്യക്കാരന്റെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളിലും റിലയൻസിന്റെ ഒരു സാന്നിധ്യം ഉറപ്പാക്കുക. അതിനായി അവർ കണ്ടെത്തിയ വഴിയാണ് ഏറ്റെടുക്കലുകൾ. ഒരു ബിസിനസ് ആദ്യം മുതൽ കെട്ടിപ്പടുക്കുന്നതിനു പകരം നിലവിൽ വിപണിയിലുള്ള പ്രമുഖ കമ്പനികളെ സ്വന്തമാക്കുക. റിലയൻസിന്റെ ഈ മുന്നേറ്റം പ്രധാനമായും 4 മേഖലകളിലാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും റീറ്റെയിൽ വിപണിയിലാണ്. ഓൺലൈൻ വ്യാപാരം മുതൽ നമ്മുടെ തൊട്ടടുത്തുള്ള കടകൾ വരെ നീളുന്ന ഈ വലിയ ലോകത്ത് സമ്പൂർണ്ണ ആധിപത്യം നേടുകയാണ് ലക്ഷ്യം. ഈ യാത്രയിൽ അവർ ആദ്യം ചെയ്തത് തങ്ങളുടെ വിതരണ ശൃംഖലയെ ഒരു കോട്ട പോലെ ശക്തിപ്പെടുത്തുകയായിരുന്നു. അതിനായി ജർമ്മൻ ഭീമനായ മെട്രോ ക്യാഷ് ആൻഡ് കാരിയെ സ്വന്തമാക്കി. ഇത് ജിയോ മാർട്ടിന് നൽകിയ ഊർജം ചെറുതല്ല. ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ഉപഭോക്താവിന്റെ കയ്യിൽ അതിവേഗം എത്തിക്കാൻ ഡെലിവറി കമ്പനിയായ ഡെൻസോയെ വലിയ ഓഹരിയും സ്വന്തമാക്കി. ഈ വലിയ ശൃംഖലയെ നിയന്ത്രിക്കാൻ മനുഷ്യൻ മാത്രം പോരല്ലോ, അതിനാണ് വെയർ ഹൗസുകൾക്ക് ബുദ്ധിയും ശക്തിയും നൽകുന്ന റോബോട്ടിക് കമ്പനിയായ അഡ്വേർബ് ടെക്നോളജീസിനെ കൂടെ കൂട്ടിയത്. ഉപഭോക്താക്കളുടെ മനസ്സിലേക്ക് എത്താൻ ഓർമ്മകളേക്കാൾ വലിയൊരു വഴിയുണ്ട്. കാമ്പ കോള എന്ന പേര് കേൾക്കുമ്പോൾ പഴയ തലമുറയുടെയെങ്കിലും മനസ്സിൽ ഒരു കുളിർമയുണ്ടാകും. ആ നൊസ്റ്റാൾജിയയെ ഒപ്പിയെടുത്ത് കൊക്കക്കോളയോടും പെപ്സിയോടും മത്സരിക്കാൻ കാമ്പ കോളയെയും ഗുജറാത്തിന്റെ സ്വന്തം സോസിയോയെയും റിലയൻസ് വിപണിയിൽ തിരിച്ചെത്തിച്ചു. ഇതുകൂടാതെ കുട്ടികളുടെ ലോകം കീഴടക്കാൻ കളിപ്പാട്ട ഭീമനായ ഹാംലീസ്, ഫാഷൻ ലോകത്ത് ചുവടുറപ്പിക്കാൻ സിവാമെ, ക്ലോവിയ പോലുള്ള ഓൺലൈൻ ബ്രാൻഡുകൾ എന്നിവയെല്ലാം ഇന്ന് റിലയൻസിന്റെ ഭാഗമാണ്. ഇനി വിനോദത്തിന്റെ ലോകത്തിലേക്ക് വരാം. നമ്മൾ എന്ത് കാണണം, എവിടെ കാണണം എന്ന് പോലും തീരുമാനിക്കാൻ ശേഷിയുള്ള ഒരു ശക്തിയായി റിലയൻസ് മാറിക്കഴിഞ്ഞു. ഇന്ത്യൻ മാധ്യമ ലോകത്തെ ചരിത്രപരമായ ഒരു അധ്യായമാണ് റിലയൻസിന്റെ വയാകോം 18ഉം ഡിസ്നിയുടെ സ്റ്റാർ ഇന്ത്യയും ഹോട്ട്സ്റ്റാറും ചേർന്നുള്ള ലയനം. ഏകദേശം 70,000 കോടി രൂപ മൂല്യമുള്ള ഒരു അതികായനാണ് ഇതിലൂടെ പിറവിയെടുത്തത്. ഇതിന്റെ ഫലം എന്തെന്നാൽ സ്റ്റാർ പ്ലസ്, കളേഴ്സ് പോലുള്ള പ്രമുഖ വിനോദ ചാനലുകളും സ്റ്റാർ സ്പോർട്സ്, സ്പോർട്സ് 18 പോലുള്ള കായിക ചാനലുകളും ഹോട്ട്സ്റ്റാർ, ജിയോ സിനിമ പോലുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും ഒരൊറ്റ കുടക്കീഴിലായി. സീരിയൽ മുതൽ ക്രിക്കറ്റ് ലോകകപ്പ് വരെ ഇനി ആര് സംപ്രേഷണം ചെയ്യണമെന്ന് തീരുമാനമെടുക്കുന്നതിൽ ഈ കൂട്ടായ്മയ്ക്ക് നിർണായക പങ്കുണ്ടാകും. നമ്മുടെ കയ്യിലിരിക്കുന്ന ജിയോ സിം ഒരു തുടക്കം മാത്രമായിരുന്നു. അതിനു ചുറ്റും ഒരു ഡിജിറ്റൽ ലോകം തന്നെ പണിയുകയാണ് റിലയൻസ്. നിങ്ങൾ പാട്ട് കേൾക്കുന്നത് ജിയോ സാവനിലൂടെ, മക്കൾ പഠിക്കുന്നത് എംബൈറ്റ് എന്ന എഡ്യൂക്കേറ്റ് പ്ലാറ്റ്ഫോമിലൂടെ, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഹാപ്റ്റിക് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിലൂടെ. ഇങ്ങനെ ഓരോ സേവനവും ജിയോയുടെ ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വന്തം 5G സാങ്കേതിക വിദ്യയ്ക്ക് ആവശ്യമായ കരുത്തു പകരാൻ റാഡിസിസ് എന്ന അമേരിക്കൻ കമ്പനിയെ വരെ അവർ സ്വന്തമാക്കി. എണ്ണയിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറം ഭാവിയുടെ ഊർജമായ ഹരിത ഊർജത്തിലാണ് റിലയൻസ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ജാംനഗറിൽ ഉയരുന്ന ഗിഗാ ഫാക്ടറികൾക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യ കണ്ടെത്താനും അവർ ഇതേ വഴി തന്നെയാണ് തിരഞ്ഞെടുത്തത്. യൂറോപ്പിലെ പ്രമുഖ സോളാർ പാനൽ നിർമ്മാതാക്കളായ REC സോളാർ, ലിഥിയത്തിനു പകരം സോഡിയം ഉപയോഗിച്ച് ബാറ്ററി നിർമ്മിക്കുന്ന ബ്രിട്ടീഷ് കമ്പനി ഫെറാഡിയോൺ, ലോകോത്തര ബാറ്ററി ടെക്നോളജിയുള്ള ലിഥിയം വർക്ക്സ്, ഇങ്ങനെ ഓരോ മേഖലയിലും മികച്ച കമ്പനികളെ സ്വന്തമാക്കി സോളാർ രംഗത്ത് സ്വയം പര്യാപ്തത നേടുകയാണ് ലക്ഷ്യം. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ വ്യത്യസ്തമെന്ന് തോന്നുന്ന ഈ ഏറ്റെടുക്കലുകളെല്ലാം കോർത്തിണക്കുന്ന ഒരു പൊതുവായ ലക്ഷ്യമുണ്ട്. ഒന്നാമതായി, ഉപഭോക്താവിനെ തങ്ങളുടെ സേവനങ്ങളുടെ ഒരു വലയത്തിനുള്ളിൽ നിർത്തുക. രണ്ടാമതായി, ഏതു മേഖലയിലേക്ക് കടന്നു വന്നാലും അവിടെ ഒന്നാമനാവുക എന്നത് റിലയൻസിന്റെ ശൈലിയാണ്. മൂന്നാമതായി, നിർമ്മാണം മുതൽ വിതരണം വരെ എല്ലാ കാര്യങ്ങളും സ്വയം നിയന്ത്രിക്കുന്ന ഒരു രീതി. ഇടനിലക്കാരെ പൂർണ്ണമായി ഒഴിവാക്കി ലാഭം വർദ്ധിപ്പിക്കുക. റിലയൻസിന്റെ ഈ മുന്നേറ്റം തീർച്ചയായും ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ മാറ്റിമറിക്കുകയാണ്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഒരു ഭീമൻ കമ്പനി എല്ലാ മേഖലകളിലും ആധിപത്യം സ്ഥാപിക്കുന്നത് സാധാരണക്കാരായ നമുക്ക് ഗുണകരമാണോ?
വിപണിയിലെ മത്സരങ്ങൾ ഇല്ലാതാകുമ്പോൾ വിലകൾ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ബിസിനസ് ലോകത്തെ ഇത്തരം ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.